നിങ്ങളേതാണ് മണ്ഡലം? പേരാമ്പ്ര മണ്ഡലം. പേരാമ്പ്രയിലെ സഹിലിയുടെ വിജയസാധ്യത എത്രയാണ്? 100% വിജയിക്കുന്നതാണ് ഞങ്ങളുടെ എല്ലാവരും അഭിപ്രായം. പക്ഷേ ടി പി രാമകൃഷ്ണൻ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തോട് ജയിച്ചൊരു അതിനു മുമ്പിൽ 3600 വോട്ടിനാണ് ഭൂരിപക്ഷത്തിന് ജയിച്ചത്. അത് ഞങ്ങൾ തിരിച്ചു പിടിക്കുന്ന ഞങ്ങളെല്ലാവരും വിശ്വാസം. പക്ഷെ പുറത്തുനിന്നൊരു സ്ഥാനാർത്ഥി പേരാമ്പ്ര വന്നു കഴിഞ്ഞാൽ ജയിക്കൽ ബുദ്ധിമുട്ടാണ് എന്ന് ഭരണപക്ഷം പറയുന്നു. ആര് പറയുന്നത്? കോട്ടയത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം മുഹമ്മദ് ഇക്ബാൽ വന്ന് 3600 വോട്ടിനാണ് ടി പി രാമകൃഷ്ണൻ ജയിച്ചത്. അതുകൊണ്ട് എന്തായാലും കോട്ടയത്തിന് അത്ര ദൂരമില്ലല്ലോ കോഴിക്കോടേക്ക്. ഫാത്തിമ തേലിയ എന്തുകൊണ്ടും ഒരു 2000-നും 3000-നും വോട്ടിനിടയ്ക്ക് ജയിക്കുന്നതാണ് ഞങ്ങളെ പൂർണ്ണമായ വിശ്വാസം. 2000 ഉറപ്പിച്ചു. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ UDF-ന് 8000-ന്റെ ഭൂരിപക്ഷം പേരാമ്പ്ര മണ്ഡലത്തിലുണ്ട്. അപ്പോൾ അതെന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് ഗുണം ചെയ്യും. 5000 വോട്ട് എന്തായാലും ഫാത്തിമ തേലിയക്ക് ഭൂരിപക്ഷം ഉണ്ടാവും. പക്ഷേ UDF പറയുന്ന ഈ 100 സീറ്റിന്റെ ഭൂരിപക്ഷം, മെമ്പർ സീറ്റിന്റെ ഭൂരിപക്ഷം, അത് കഴിഞ്ഞ പ്രാവശ്യം UDF-ന് കിട്ടിയതിനേക്കാളും 40 സീറ്റ് അധികം കിട്ടിയാലേ UDF-ന് ഈ ഭൂരിപക്ഷം കിട്ടത്തോളം എന്നാണ് LDF ക്ലെയിം ചെയ്യുന്നത്. അത്രത്തോളം സീറ്റ് കേരളത്തിൽ UDF ജയിക്കും തോന്നുന്നുണ്ടോ? 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ 110 സീറ്റുകളിൽ ജയിച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് മറികടക്കുന്നത് LDF പറയും? കാരണം അതവർ ചിന്തിച്ചാൽ പോരെ. പക്ഷേ ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെ ഒറ്റയടിക്ക് ജയിപ്പിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് എല്ലാ സീറ്റിലും കോൺഗ്രസിനെ വിജയിപ്പിക്കുന്നത്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസിനെ തടയാൻ, അതായത് കോൺഗ്രസ് BJP-യോടൊപ്പം പോകുമെന്നുള്ള ഒരു ആരോപണത്തിന്റെ പേരിൽ കോൺഗ്രസിനെ തടയാനാണ് ഇവിടെ ഇടതുപക്ഷത്ത് ജയിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കെടുത്തോട്ടോല് 81 സീറ്റ് കേരളത്തിൽ നിന്ന് നിയമസഭയിൽ ജയിച്ചിട്ട് BJP പോയ ഒന്ന് പറ. ഏത് MLA ആണ് പോയ? നിയുക്ത MLA, നാട്ടിക MLA മുകുന്ദൻ MLA സ്ഥാനം രാജിവെക്കാതെയാണ് BJP-ലേക്ക് പോയത്. ഏത് കോൺഗ്രസ് MLA ആണ് പോയത്? പൊതുവെ പറയുന്നത് കേരളത്തിലെ കാര്യം പറഞ്ഞില്ല. ഉത്തർപ്രദേശിൽ 100 കണക്കിന് ഉത്തർപ്രദേശിലെ വോട്ടർമാരാണോ കേരളത്തിൽ വോട്ട് ചെയ്യുന്നത്? കേരളത്തിലെ മലയാളികളെ വോട്ട് ചെയ്യുന്നത്. UP-ക്കാർ UP-യിൽ വോട്ട് ചെയ്യും. വിവരവും വിദ്യാഭ്യാസമുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പൊ കേരളത്തിൽ ഏതെങ്കിലും ഒരു MLA സ്ഥാനാർത്ഥി ഇരുന്നുകൊണ്ട് BJP പോയിക്കോ. പക്ഷെങ്കിൽ LDF-ന്റെ MLA പോയിക്കല്ലോ. നാട്ടികയിൽ മുകുന്ദൻ MLA പോയല്ലോ. ഉദ്ദേശിക്കുന്ന ആരോപണങ്ങൾ സണ്ണി ജോസഫിന്റെ അനിയൻ BJP പോകുന്നെന്ന് പറയും. അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ സമുന്നത നേതാവ് K. കരുണാകരന്റെ മകള് പോയെന്ന് പറയുന്നു. നിങ്ങളെ രാഷ്ട്രീയം CPM ആണ്. നിങ്ങളുടെ അനിയൻ BJP പോയി എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ഓരോ കൗൺസിലർ പോലും ആയിരുന്നില്ല. അല്ല, ഞാൻ ചോദിക്കുന്നതല്ല. അവരെ ഒരു കൗൺസിലർ പോലും ആയിരുന്നില്ല. പത്മജ പോയി. പത്മജന്റെ വീട്ടിലെ പൂച്ചക്കുഞ്ഞ് പോയോ BJP-ലേക്ക്? പത്മജ 3 പ്രാവശ്യം മത്സരിച്ചു. ഒരു പ്രാവശ്യം ജയിക്കാൻ പറ്റിയിട്ടുണ്ടോ? അവരുടെ അതാണ് മുരളീധരൻ എന്താ പറഞ്ഞേ? മുരളീധരൻ പത്മജയെ കുറിച്ച് പറഞ്ഞ വർക്ക് അറ്റ് ഹോം, വീട്ടിലിരുന്ന് പ്രവർത്തിക്കുന്ന ഓളെവിടെ ജയിക്കാനാ? 2 പ്രാവശ്യം തൃശ്ശൂർ മത്സരിച്ച്. ഇതിപ്പോ 3ാമത്തെ പ്രാവശ്യം മത്സരിക്കുന്നേ തൃശ്ശൂർ മണ്ഡലത്തില്. ഇപ്രാവശ്യം ജയിക്കോ? ഒരിക്കലും വീട്ടിലിരുന്ന് പ്രവർത്തനം ചെയ്യുന്നവര് ജയിക്കോ? നിങ്ങൾ BJP-ന്റെ A ക്ലാസ് മണ്ഡലങ്ങളിൽ എല്ലാം സഖ്യകക്ഷികളാണ് മത്സരിക്കുന്നത്. എന്തുകൊണ്ട്? BJP സ്ഥാനാർത്ഥി മത്സരിച്ചാൽ പോരെ? ഒക്കെയുള്ള പ്രതിനിധി ജനം തിരിച്ചു കൊടുക്കും. ജനങ്ങള് തിരിച്ചു കൊടുക്കും. 13-ൽ 14 ജയിക്കുന്ന TCC പ്രസിഡന്റ് പറയും. ഒരു 10-ലധികം സീറ്റ് ഞങ്ങൾ ജയിക്കുന്ന ഞങ്ങളപ്പോൾ സാധാരണ പ്രവർത്തകന്മാരെ വിശ്വസിക്കുന്നത്. ജനങ്ങൾ വോട്ട് ചെയ്താൽ 10-ൽ 13-ൽ 13 ജയിക്കും. അതാണ് വിശ്വാസം ഞങ്ങളെ. ഞാൻ കേൾക്കുന്നുണ്ട്. അതായത് കോഴിക്കോട് നിന്ന് 13-ഉം മലപ്പുറത്ത് നിന്ന് 16-ഉം കണ്ണൂരിൽ നിന്ന് എത്ര ജയിക്കാമെന്ന് ജയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഷാഫി പറമ്പിൽ ചിലപ്പോ മുഖ്യമന്ത്രി ആവുന്നു. അത് റൂമറല്ല, റൂമറായിട്ട് തന്നെ പോയിക്കോളും. ഷാഫി പറമ്പിൽ ഞാൻ വടകര പാർലമെന്റിൽ നിന്ന് വന്ന കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകനാണ്. അദ്ദേഹത്തിന് ഞങ്ങളുടെ കാര്യങ്ങൾ അറിയാൻ ഡൽഹിക്ക് അയച്ചാൽ അദ്ദേഹം കൃത്യമായി ഡൽഹിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ കുത്തിത്തീർപ്പ് ചോദ്യങ്ങളായിട്ട് ഞങ്ങളടുത്ത് വന്നാൽ കാര്യം നടക്കാൻ പോകുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയകളല്ല വോട്ട്. ഓരോ വീടുകളിലാണ് വോട്ടുള്ളത്. സോഷ്യൽ മീഡിയ വോട്ട് ചെയ്യുന്നില്ല. ഓരോ വീടുകളിലാണ് വോട്ട്. വീട്ടിലെ പ്രവർത്തകർ വോട്ട് ചെയ്യൂ. അത് UDF അധികാരത്തെത്തും. ഒരു കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉണ്ടാകും. അത്രേ അങ്ങ് അറിയാനുള്ളൂ. അങ്ങനെയൊന്നുമില്ല. കോൺഗ്രസിന്റെ MLA-മാർ തീരുമാനിക്കും ആര് ജയിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരൻ മുഖ്യമന്ത്രി 2026 ക്ലിഫ് ഹൗസിൽ ഉണ്ടായിരിക്കും.
അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അങ്ങനെ ഇന്നാള് അന്നാളൊന്നും ഞങ്ങൾക്കില്ല. കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി 2026 ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനത്തിൽ കൊടി ഉയർത്തും. അത്രേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതില് കോൺഗ്രസ് നിങ്ങൾ എങ്ങനെ കൊടുത്തു നോക്കിയാലും ഇത് ആത്മാർത്ഥമായ കോൺഗ്രസ് പ്രവർത്തകരാണ്. മനസ്സിലായോ? കോൺഗ്രസ് എന്താണെന്ന് മനസ്സിലാക്കിയവരാണ്.